മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ മുതിർന്നവർക്കും അതൊന്നും കറക്റ്റ് ആയിട്ടല്ല പോകുന്നത്. സക്സസ്ഫുൾ ആയാന്ന് വെച്ചാൽ അതൊരിക്കലും ഹാപ്പി ആവാന്നുള്ളതിന് ഈക്വലൻ്റ് അല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കാണ് തീരെ മെന്റലി സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർ, അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് കേസസ് കാണുന്നുണ്ട്. ഈ 16 വയസ്സായ കുട്ടി തൂങ്ങി മരിച്ചു, അതും റിമോട്ട് എടുത്ത് വെച്ചേന്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞേന്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഓക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ മുതിർന്നവർക്കും അതൊന്നും കറക്റ്റ് ആയിട്ടല്ല പോകുന്നത്. ലൈക്ക് ഞാൻ വിചാരിച്ചിരുന്നത് പൈസ ഉണ്ട്, നമ്മുടെ എല്ലാം കൊണ്ടും നമ്മൾ റെഡിയായി, നമ്മളൊരു ഹൈ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ CJ റോയിൻ്റെ ഡെത്ത്, ലൈക്ക് അയാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാം കൊണ്ടും ഒരു സക്സസ് ആയ മനുഷ്യനാണ്. പക്ഷെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെത്ത് ആയിരുന്നു അത്. അതും എങ്ങനെ അയാൾ എന്തായിരിക്കും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എന്ന് ഇപ്പം ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സോ മെന്റൽ ഹെൽത്ത്, ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് വലിയൊരു എന്താ പറയുക, ഒരു ചോദ്യചിഹ്നമാണ്. എങ്ങനെയാണ് അത് പോകുന്നത്, എങ്ങനെയാണ് ആൾക്കാർ ഇതിനെ ഡീൽ ചെയ്യുന്നത്? സോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതൊരു എന്താ പറയുക, ഇപ്പോഴും ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഈ ഒരു ഡെത്ത് ഏത് രീതിയിലാണെന്നൊന്നും നമുക്കറിയാം. എന്നാലും നമുക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം. സോ സക്സസ്ഫുള്ളായ എല്ലാവരും ഹാപ്പി ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മുന്നത്തെ ടോക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സക്സസ്ഫുൾ ആയാന്ന് വെച്ചാൽ അതൊരിക്കലും ഹാപ്പി ആവാന്നുള്ളതിന് ഈക്വലൻ്റ് അല്ല. മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡെത്തിന് ശേഷം ഒരുപാട് ചർച്ചകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളെ കരിയർ ആയിക്കോട്ടെ, നമ്മളെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഈ ഒരു കാലഘട്ടത്തിൽ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും നീറ്റിനും കീമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഈവൻ നമ്മൾ കണ്ടു നീറ്റിന് ടോപ്പ് റാങ്ക് വാങ്ങിയ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത ഒരു സാഹചര്യം റീസെൻ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ഈ രീതിയിൽ സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യം, അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജോബ് കിട്ടാണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സക്സസ്സിനെ പറ്റിയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓവറായിട്ട് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആളുകൾ കൊളാപ്സ് ആയി പോകുന്നത്. അങ്ങനെയാണ് ഇത് ഡെത്തിലേക്ക്, സൂയിസൈഡിലേക്കൊക്കെ അത് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഭയങ്കര ജഡ്ജ്മെന്റലാണ്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ തന്നെ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ്. അപ്പം അതിനൊരു കോട്ടം തട്ടി, മീൻസ് ഇപ്പം നമുക്കൊന്നും പ്രൈവറ്റ് ആയിട്ടില്ല, എല്ലാം പബ്ലിക്കാണ്. അതായത് 90% പബ്ലിക്കാണ്. ഒന്നും തന്നെ പ്രൈവറ്റ് ആയിട്ട് നമുക്കില്ല. എല്ലാ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. അപ്പം ഇതിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു എന്ന് അറിയുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇമേജ് പോയി. അതൊന്നും ഓവർകം ചെയ്ത് വരാൻ പറ്റില്ല. കാരണം ഒരിക്കൽ അത് സോഷ്യൽ മീഡിയ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ അത് 10 കൊല്ലം അത് പിന്നെയും വരും. അതായത് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അപ്പം ഒരു ദീപക് എന്ന് പറഞ്ഞ ആൾ ഡെത്ത് ആയപ്പോഴാണ് നമ്മൾ എന്തായത്, അല്ലാതെ നമ്മൾ അയാളെ ബ്ലെയിം ചെയ്യും. ഇതേപോലെ തന്നെ മേ ബി ആ ഒരു കോട്ടം സംഭവിച്ചു, അങ്ങനെ ഒരു റെയ്ഡൊക്കെ വന്നതുകൊണ്ട് അയാൾ എന്തെങ്കിലും ഇതിന് കോൺഫിഡൻസ് ഗ്രൂപ്പിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം അയാൾ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു കാര്യം, അതായത് നമ്മൾ ഇതിലൊന്നും ഈ ഒരു ആൾക്കാരുടെ ഈ ഒരു ഇത് ജഡ്ജ്മെന്റിൽ ആവുന്നത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ റിക്കവർ ചെയ്യാം, ഈ ഒരു മെന്റൽ ഹെൽത്ത് നമ്മൾ എങ്ങനെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും? സത്യത്തിൽ ഇത് നമ്മൾ ചൈൽഡ്ഹുഡിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച് 3 വയസ്സ് വരെയാണ് അവൻ്റെ ബിഹേവിയർ പ്രോപ്പറായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും പറയും ചൈൽഡ്ഹുഡ് ട്രോമ എന്ന്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളതാണ്. ഒരാളെ ബിഹേവിയർ അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അയാൾ ചൈൽഡ്ഹുഡിൽ അയാൾ അനുഭവിച്ച ട്രോമകളിലൂടെയാണ് അയാളെ ബിഹേവിയർ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ പാരൻറ്റിങ് പ്രോപ്പർ അല്ലെങ്കിൽ ആളുകൾക്ക് ട്രോമ ഉണ്ടാവും. സോ ആ ട്രോമകളാണ് അയാളുടെ ബിഹേവിയർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ടത് നല്ല പാരൻറ്റിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പാരൻറ്റിങ് ഒരുപാട് അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പാരൻസ് ആണെങ്കിലും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് സ്കൂൾ ടൈമിൽ കുട്ടികളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനും ഫെയിലിയറിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പം നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ റൂമുകളിൽ മാത്രമായി അവരുടെ സോഷ്യൽ കണക്ഷൻസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ സോഷ്യൽ കണക്ഷൻസ് കുറയുമ്പോൾ അവർ റിയൽ കണക്ഷൻസിൽ വന്നാലേ അവർക്ക് ഫെയിലിയർ എന്താണ്,
എന്നൊക്കെയുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കുട്ടിക്ക് പെട്ടെന്ന് ലൈഫിൽ ഫെയിലിയർ വരുമ്പോൾ അവനത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ പാരൻസ് എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ ഒരു സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത്.